ഹായ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ റാങ്ക് മാത്ത് എന്ന് പറയുന്ന ഒരു ടൂളിനെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. SEO ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺ പേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ടൂളായിരുന്നു, പ്ലഗിനായിരുന്നു വേഡ്പ്രസ്സിലെ റാങ്ക് മാത്ത് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് കീവേഡ്സുകൾ, അതായത് ഏത് കീവേഡ് വെച്ചുകൊണ്ടാണ് നമുക്ക് കീവേഡുകൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൂൾസ് യൂസ് ചെയ്യാം. സോ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കീവേഡ്സുകൾ ഫൈൻഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു യൂസർ വന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സെർച്ച് ടേം യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അവർ ആ ഒരു റിസൾട്ടിലേക്ക്, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ അവർ ആ റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലേ? സോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കീവേഡ്, അതായത് ഈ യൂസർ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ആ ഒരു പേഴ്സൺ ഏത് കീവേഡാണ് സെർച്ച് ചെയ്ത് റിസൾട്ടിലേക്ക് എത്തിയതെന്ന് ഫൈൻഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അവർക്ക് നമുക്ക് ഫൈൻഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആരാണ് SEO ചെയ്യുന്നത്. ആ സെയിം കേസ് തന്നെയാണ് ഗൂഗിൾ ആഡ്സിന് വരുന്നത്. അവർ ഏത് കീവേഡാണ് യൂസ് ചെയ്തത്, അതായത് ഏത് കീവേഡ് കുറി ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് അവർ ആ റിസൾട്ടിലേക്ക് വരുന്നതെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അത് യൂസ് ചെയ്തുകൊണ്ട് SEO ആണെങ്കിലും ഗൂഗിൾ ആഡ്സ് ആണെങ്കിലും നമുക്ക് ചെയ്ത ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. സോ ആ കീവേഡുകൾ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഏതൊക്കെ കീവേഡ്സാണ് അവർ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ടൈപ്പ് ചെയ്ത്, അല്ലെങ്കിൽ അവർ സെർച്ച് ചെയ്യുന്ന ഇൻറ്റൻറ്റ് എന്താണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ സെർച്ച് ചെയ്യുന്നത്, അതായത് ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടുന്നതിനായിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സെയിൽസ് നടക്കുന്നതിനായിട്ടാണ്, എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ടാണ്. അങ്ങനെ പല ഇൻറ്റൻറ്റിൻ്റെ ബേസിലായിരിക്കും അവർ ആ കീവേഡ് സെർച്ച് എഞ്ചിനിലൊക്കെ സെർച്ച് ചെയ്ത് അവർ റിസൾട്ടിലേക്ക് എത്തുന്നത്. സോ അങ്ങനെ അവരുടെ ആ ഒരു സെർച്ച് ക്വറി അല്ലെങ്കിൽ സെർച്ച് ടേമിൻ്റെ ഇൻറ്റൻറ്റ് മനസ്സിലാക്കിയായിരിക്കും നമ്മൾ കീവേഡുകൾ ചൂസ് ചെയ്യുന്നതും. ഗൂഗിൾ ആഡ്സിലോട്ടും അതുപോലെ തന്നെ SEOയിലോട്ടൊക്കെ നമുക്ക് ഏത് കീവേഡിലാണ് നമുക്ക് റാങ്ക് ചെയ്ത് വരേണ്ടത്, ഏതിലൂടെയാണ് നമുക്ക് ട്രാഫിക് വരേണ്ടത്, ഏതിലൂടെ ട്രാഫിക്കിൽ വന്നാലാണ് നമുക്ക് കൺവേർഷൻ വരുന്നത്, അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളും നമുക്ക് ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്, ഗൂഗിളിൻ്റെ തന്നെ ടൂളാണ്. സോ ആ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതുപോലെ കീവേഡുകൾ ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനിയും ധാരാളം മറ്റ് ടൂൾസുകളുണ്ട്. നമുക്ക് ഊബർസെസ്റ്റ് യൂസ് ചെയ്യാം, HRF യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ടൂളിലൊക്കെ നമുക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കീവേഡുകൾ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഗൂഗിളിൻ്റെ തന്നെ ഒരു കീവേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ കീവേഡ് പ്ലാനർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കീവേഡ്സുകൾ ഫൈൻഡ് ചെയ്യും. ഏതാണ് യൂസർ സെർച്ച് ചെയ്യുന്ന കീവേഡ്സുകൾ, ആ സെർച്ച് ക്വറീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ ഗൂഗിൾ കീവേഡ് പ്ലാനറിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് അവിടെ നിന്നും നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും സെർച്ച് ചെയ്യുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ എന്താ ഫീസ് എന്ന് സെർച്ച് ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏതെങ്കിലും ലൊക്കേഷനിൽ പോയി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കേരള എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലുള്ള ഫുള്ളുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലിസ്റ്റ് വരും. ഇനി അതേസമയം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലൊക്കേഷനാണ് കൊടുക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ കൊച്ചി എന്നൊക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേന് നമുക്കത് അതനുസരിച്ചുള്ള റിസൾട്ടുകളായിരിക്കും നമുക്കത് താഴേക്ക് വരുന്നത്. അത് നമുക്ക് സ്പോൺസേഡ് ആഡുകൾ കാണിച്ചു തരും. സ്പോൺസേഡ് ആഡുകൾ കണ്ട ശേഷം നമുക്കെന്താണ് വീണ്ടും താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഇവിടെ ആയിരിക്കും നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള റിസൾട്ടുകൾ വരുന്നത്. സോ ഇവിടെ നമുക്ക് വരുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും. സ്പോൺസേഡ് എന്ന് പറഞ്ഞുകൊണ്ട് റിസൾട്ടുകൾ ആദ്യം വരും. അതിനുശേഷം താഴേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഓർഗാനിക് റിസൾട്ട്. ഇതാണ് SEOയിൽ വരുന്ന റിസൾട്ടുകളും ഇത് ഗൂഗിൾ ആഡ്സ് ത്രൂ വരുന്ന റിസൾട്ടുകളാണ് ഈ വരുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ലോക്കൽ ലിസ്റ്റിംഗ് ആണ്, അതായത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓരോ ബിസിനസ്സുകളെ ഇതുപോലെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യാൻ വരുന്നത്. സോ അതിനുശേഷം നമ്മളിവിടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ തന്നെ സജഷൻസ്, നമുക്ക് അതിനാ റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് സെർച്ചസ് നമുക്ക് സജഷനായിട്ട് നമുക്കിവിടെ കാണിച്ചു തരും. നമ്മൾ ഇനി ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വേറെ റിലേറ്റഡ് സെർച്ച്, അതായത് ഈ ഒരു കീവേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ബാക്കി സെർച്ചസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇവിടുന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്ന അതിനോട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കീവേഡ്സുകൾ, സെർച്ച് ടൈം ഏതൊക്കെയാണ് നമുക്ക് ഗൂഗിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിൻ്റെ സെർച്ച് വോളിയം എത്രയാണ്, അതായത് ഒരു മന്ത്ലി അല്ലെങ്കിൽ ഇയർലി എത്രത്തോളം ആളുകൾ ഇത് സെർച്ച് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല.
സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ കീവേഡ് പ്ലാനർ യൂസ് ചെയ്തുകൊണ്ട് മന്ത്ലി വരുന്ന സെർച്ചസ് നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യാണ്ട് സാധിക്കും. സോ അതൊരു ഫ്രീ ടൂളാണ്, അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കീവേഡ്സുകളുണ്ട്. സോ നമുക്ക് ഈ കീവേഡ്സുകളൊക്കെ യൂസ് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗൂഗിൾ ഈ ഒരു കീവേഡ് പ്ലാനർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതായിരിക്കും നമുക്ക് ലിങ്ക് വരുന്നത്. ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താ വിസിറ്റ് കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്ലാനറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ അതിനകത്തേക്ക് നമുക്ക് എന്താ ലോഗിൻ ആകും. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു കീവേഡ് പ്ലാനർ ഏതാണ്, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിൽ തന്നെ വരുന്ന ടൂളാണിത്. സോ ഗൂഗിൾ ആഡ്സ് ഉണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സ് വഴി നമുക്ക് എന്താ അതിലേക്ക് ലോഗിൻ ചെയ്യാം. ഇനി അതെല്ലാം കീവേഡ് പ്ലാനർ എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ഡേറ്റാസ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. സോ ഓൾറെഡി എനിക്ക് ഇവിടെ ലോഗിൻ ആയിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഞാനത് യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് എനിക്ക് ആ സ്റ്റെപ്പ് ഇവിടെ വരുന്നില്ല. സോ ഫ്രഷ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്, ഡേറ്റാസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. സോ ഇതായിരിക്കും നമുക്ക് വരുന്ന ആ ഒരു റിസൾട്ട്. അവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും, ഡിസ്കവർ ന്യൂ കീവേഡ്സ്, അതുപോലെ ഗെറ്റ് സെർച്ച് വോളിയം ആൻഡ് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് നമുക്കവിടെ കാണാൻ പറ്റും. സോ ഇവിടെ ആയിരിക്കും നമ്മൾ എന്ത് സെർച്ച് വോളിയം അതുപോലെ തന്നെ പുതിയ കീവേഡ്സുകളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഫൈൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമ്മളിവിടെ ഓൾറെഡി ഒരു കീവേഡ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ട് നമുക്ക് എന്താ ഒരു യൂസർ ഇങ്ങനെയായിരിക്കും സെർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിത് കൊടുത്ത ഒരു റിസൾട്ടാണിത്, ഒരു കീവേഡാണിത്. സോ ഞാൻ ആ കീവേഡ് ഞാൻ പിക്ക് ചെയ്യുന്നു. പിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്താ അതിൻ്റെ സെർച്ച് വോളിയം ഒക്കെ അറിയാനായിട്ടാണെങ്കിൽ ഞാൻ എന്താ ഗെറ്റ് സെർച്ച് വോളിയം ആൻഡ് ഫോർകാസ്റ്റ് എന്നുള്ളത് എടുക്കുന്നു. എടുത്തതിന് ശേഷം ഞാൻ എന്താ ആ ഒരു കീവേഡ് ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആ ഒരു കീവേഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ച് വോളിയം എന്തുമാത്രം സെർച്ച് വോളിയം ആ ഒരു കീവേഡിന് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ 3 മന്ത് ചേഞ്ച് എന്ന് പറഞ്ഞ്, അതായത് ലാസ്റ്റ് 3 മന്തിലും അതിൻ്റെ മുമ്പുള്ള തൊട്ട് മുമ്പിലത്തെ 3 മന്തും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എത്രയാണ്, അതായത് 90% കുറവാണ് വന്നേക്കുന്നത്. അതായത് ലാസ്റ്റ് 3 മന്ത് കുറവ് സെർച്ചസ് ആണ്, അതിൻ്റെ മുമ്പിലുള്ള 3 മന്തിനേക്കാളും കുറവാണ് വന്നേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് 3 മന്തിൽ കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ ഇയറിൽ നോക്കുമ്പോഴത്തേനും ലാസ്റ്റ് ഇയറിലും അതിന് മുമ്പത്തെ ഇയറിലും കമ്പയർ നോക്കുമ്പോഴത്തേനും 52% കൂടുതൽ എന്താ സെർച്ച് ഇതിന് വന്നിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് 3 മന്തിൽ കുറവാണ്. ഇനി അതിന് ഈ കോമ്പറ്റീഷൻ വരുന്നത് ഗൂഗിൾ ആഡ്സിൻ്റെ കേസിലായിരിക്കും വരുന്നത്. അതായത് ഗൂഗിൾ ആഡ്സിന് നമ്മൾ ഓരോ കീവേഡ്സുകളൊക്കെ ആയിരിക്കും നമ്മൾക്ക് എന്താ സെർച്ച് ആഡ്സ് ചെയ്യുമ്പോൾ തന്നെ ക്ലിക്കിനാണ് എന്താണ് ഈ പൈസ പോകുന്നത്, അല്ലേ. സോ ഇവിടെ നമുക്ക് കോമ്പറ്റീഷൻ ലോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കൊച്ചി എന്ന് പറയുന്ന ഒരു കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഗൂഗിൾ ആഡ്സുകൾ റൺ ചെയ്യുന്നത് അതിന് വളരെ കുറവ് പൈസയാണ് വരുന്നുള്ളൂ. അതായത് ആ ഒരു കീവേഡിൻ്റെ ലോ കോമ്പറ്റീഷൻ, അധികം ആരും ചൂസ് ചെയ്യുന്നില്ല എന്നായിരിക്കും അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ ആഡിൻ്റെ ഇംപ്രഷൻ ഷെയർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലോ റേഞ്ച് ഹൈ റേഞ്ചും കാണാൻ പറ്റുന്നത്. അതായത് മാക്സിമം ക്ലിക്ക് വരുന്ന എമൗണ്ട് എത്രയാണ്, അതുപോലെ തന്നെ ലോയിൽ വരുമ്പോൾ എത്രയായിരിക്കും ആ ഒരു കീവേഡിൻ്റെ പൈസ. സോ ഇതെല്ലാം വരുന്നത് ഗൂഗിൾ ആഡ്സിൻ്റെ കേസിലും നമുക്ക് ഈ ഒരു സെർച്ച് വോളിയവും അതുപോലെ തന്നെ ആവറേജ് മന്ത്ലി സെർച്ചസും അതുപോലെ തന്നെ കീവേഡിൻ്റെ ഇൻറ്റൻറ്റ് മാത്രം നമ്മൾ എന്താ ഈ സൈഡ് നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്ത് വെച്ചാൽ മതി. സോ ഇവിടെ വരുന്ന നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കോമ്പറ്റീഷൻ ലോ ആണ്. നമുക്ക് കോമ്പറ്റീഷൻ എടുക്കാം, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ നമുക്ക് കോമ്പറ്റീഷൻ എടുക്കാം, അതുപോലെ തന്നെ മന്ത്ലി സെർച്ചസ് എടുക്കാം. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കൊച്ചി എന്നുള്ള ആ കീവേഡിൻ്റെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഇന്ത്യയിലാണ് നമുക്ക് സെർച്ച് വന്നിരിക്കുന്നതെന്നാണ് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഗൂഗിളിൽ വന്നിട്ടുണ്ട് ഫെബ്രുവരി 2023 തൊട്ട് ജാനുവരി 2024 വരെയുള്ള റിസൾട്ടാണ് ഈ കാണിച്ചത്. ലാസ്റ്റ് 1 ഇയറിലുള്ള ഒരു റിസൾട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ ഈ ലൊക്കേഷൻ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഇന്ത്യയിലെ ഫുള്ളാണ് നമുക്ക് വന്നേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഏതാണ് നമുക്ക് വേണ്ടത്, അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഏരിയ ഏതാണ്, ആ ഏരിയ വേണം ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ ഇവിടുന്ന് കൊടുക്കാനായിട്ട് പറ്റും. സോ ഞാനിവിടെ കേരള കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് 3600 ആവറേജ് മന്ത്ലി സെർച്ചസിലേക്ക് വന്നു. അതായത് നമ്മൾ കേരളത്തിൽ ഇത്ര ആളുകൾ ഇത്തരം സെർച്ചസ് ഗൂഗിളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ 3 മന്ത് ചേഞ്ചിൽ വേരിയേഷൻ ഒന്നുമില്ല, ഇപ്പോഴും ഒരേ രീതിയിൽ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇയറിൽ നോക്കുമ്പോൾ തന്നെ +83% കൂടുതൽ സെർച്ച് വന്നിട്ടുണ്ട് ഈ ഒരു കീവേഡിന്. പക്ഷേ കോമ്പറ്റീഷൻ ലോ ആണ്, ഒത്തിരി ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും കോമ്പറ്റീഷൻ ലോ ആണ്. അതെന്താണ് കൂടുതലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കൊച്ചിയിൽ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ആഡ്സിലേക്ക് അവർ എടുക്കുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നേക്കുന്നത്. സോ 3600 അവിടെ വന്നേക്കുന്നത്. ലോ റേഞ്ചിൽ വരുമ്പോഴത്തേന് 21, അതുപോലെ ഹൈ റേഞ്ച് 70 രൂപയാണ് വന്നേക്കുന്നത്.
സോ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. സോ നമുക്കൊരു കാര്യം കാണാൻ പറ്റും, നമുക്കൊരു ഒറ്റ കീവേഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കീവേഡിന് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ വന്നിട്ടുള്ളൂ അല്ലേ. നമുക്കിനി ഇതിൻ്റെ റിലേറ്റഡ് കീവേഡ്സുകൾ ഏതാണ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കൊച്ചി എന്ന് പറയുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഫൈൻഡ് ചെയ്യണം അല്ലേ. ഈ ഒറ്റ കീവേഡ് കൊണ്ട് നമുക്ക് എന്താ ഇൻറ്റൻറ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് ഒന്നുകൂടെ ആവശ്യക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡ് ഏതാണെന്ന് നമുക്കൊന്ന് ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയില്ലെങ്കിൽ നമുക്ക് ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സുകൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഫൈൻഡ് ചെയ്ത കീവേഡ്സുകൾ നമ്മൾ വീണ്ടും കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് എന്താണ് അതിൽ നിന്നും കീവേഡുകൾ ഫിൽട്ടർ ചെയ്ത് യൂസ് ചെയ്ത് നമുക്ക് എന്താ കൂടുതൽ കീവേഡുകൾ ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നമുക്ക് ഇൻറ്റൻറ്റ് മനസ്സിലാക്കി നമുക്ക് വേണ്ട കീവേഡ്സുകൾ നമുക്ക് ചൂസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടെ കീവേഡ് പ്ലാനർ ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ഡിസ്കവർ ന്യൂ കീവേഡ്സ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് 2 കോളമാണ്. ഇവിടെയാണ് നമ്മളിപ്പോൾ സെർച്ച് വോളിയം അതുപോലെ ഫോർകാസ്റ്റ് അത് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്കവർ ന്യൂ കീവേഡ്സ്, പുതിയ കീവേഡ്സുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഡിസ്കവർ ന്യൂ കീവേഡ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ ആ ഒരു കീവേഡ് അങ്ങോട്ട് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഇന്ത്യ ആയിരുന്നു, ഞാനത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് കേരള എന്ന് പറഞ്ഞ് ഞാനത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആ ലൊക്കേഷനാണ് എനിക്ക് ഫൈൻഡ് ചെയ്യുന്നത്. അതിനുശേഷം അത് സേവ് കൊടുക്കുന്നു. സേവ് കൊടുത്തതിന് ശേഷം ഗെറ്റ് റിസൾട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഗെറ്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കൊച്ചി 3600, 3 മന്ത് ചേഞ്ച് 0%, അതുപോലെ ഇയർ ഓഫ് ചേഞ്ച് നോക്കാൻ നേരത്ത് 83% കൂടുതൽ. അതായത് നമ്മൾ മുമ്പ് കണ്ട അതേ സെയിം കീവേഡിൻ്റെ മന്ത്ലി സെർച്ചും അതുപോലെ തന്നെ ഇയർ ഓഫ് ചേഞ്ചിലും കോമ്പറ്റീഷനൊക്കെ ഇവിടെ കാണിച്ചു. തൊട്ട് താഴേക്ക് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ റിലേറ്റഡ് സെർച്ച് വേറെയും വന്നിട്ടുണ്ട് അല്ലേ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി എന്ന് പറയുന്ന ഒരു കീവേഡുകൾ വന്നിട്ടുണ്ട്. തൊട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റ് കോഴ്സ് ഇൻ കൊച്ചി വിത്ത് പ്ലേസ്മെന്റ് എന്ന് പറയുന്നൊരു കീവേഡ് ഉണ്ട്. സോ ആ ഒരു കീവേഡിന് എന്താ മീഡിയമാണ് കോമ്പറ്റീഷൻ. അതിൻ്റെ സെർച്ച് വന്നിരിക്കുന്നത് 90 ആണ്. പിന്നെ അതിൻ്റെ ഇയറിൽ നോക്കാന്നത് 29% കൂടുതൽ സെർച്ചസ് വന്നിട്ടുണ്ട്. അതായത് ഇനിയും ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലാസ്റ്റ് 3 മന്തിൽ അത് കുറവാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതൊരു മീഡിയം കീവേഡാണ്. അതായത് ഒന്നും കൂടെ അത് ഗൂഗിൾ ആഡ്സിൻ്റെ കേസിൽ എന്താ അതിന് കുറച്ചുകൂടെ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. സോ അതിൽ ഒന്നും കൂടെ സെയിൽസ് വരാനുള്ള ചാൻസ് ഉണ്ട്, അഡ്മിഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ധാരാളം കീവേഡ്സുകൾ നമുക്ക് ഇവിടുന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഈ കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഈ കീവേഡ്സ് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഈ ലോ കീവേഡ്സും മീഡിയം കീവേഡ്സും, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് കൊച്ചി ഫീ എന്ന് പറയുന്നൊരു ഓപ്ഷൻസ്, അതുപോലെ തന്നെ ധാരാളം ഓപ്ഷൻസ് മറ്റേതും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതിൻ്റെ എല്ലാം ആവറേജ് സെർച്ച് വോളിയത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ആവറേജ് സെർച്ച് വോളിയം കൂടുമ്പോഴും നമുക്കെന്താ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് കൊച്ചി ഫീസ് എന്ന് പറയുന്നൊരു മീഡിയം ആണ്. പക്ഷേ അതിൻ്റെ സെർച്ച് 110 അതേ സെർച്ചിൽ വരുന്ന മറ്റൊരു കീവേഡ് 110, പക്ഷേ അതിൻ്റെ കോമ്പറ്റീഷൻ എന്താണ് ലോ ആണ്. അപ്പോൾ സെർച്ച് കീവേഡിൻ്റെ ഒരു ഇൻറ്റൻറ്റ് ഉണ്ട്. അതായത് എന്താണ് യൂസർക്ക് വേണ്ടത് അതിൽ നിന്നും. സോ ഇതിൻ്റെയൊക്കെ പർപ്പസ് നമുക്ക് എന്താ അഡ്മിഷൻസ് അല്ലെങ്കിൽ കോഴ്സ് രജിസ്റ്റർ ചെയ്യുക, അങ്ങനെയുള്ള ഒരു പർപ്പസിലേക്കാണ്, ആവശ്യക്കാരെയാണ് നമുക്കിത് കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ തന്നെ അത് ഗൂഗിൾ ആഡ്സിൽ വരുമ്പോൾ തന്നെ ആ ഒരു കീവേഡിന് ക്ലിക്കിന് പൈസ പോകുന്നുള്ളത് കൊണ്ട് തന്നെ അധികമാരും ചിലപ്പോൾ ചൂസ് ചെയ്യുന്നില്ലായിരിക്കും. അതായിരിക്കും അതിന് ഈ ഒരു ഡിഫറൻസ് കാണുന്നത്. സോ അപ്പോൾ നമ്മൾ ഈ കേസിൽ ഇത് നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതിൻ്റെ ബിഡ്, അതായത് നമ്മുടെ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് റിസൾട്ടിലേക്കാണ് എത്തുന്നത്. നമുക്ക് അവിടെ ക്ലിക്കിന് നമുക്ക് എന്താ പൈസ പോവുക അല്ലെങ്കിൽ ഇംപ്രഷന് പൈസ പോവുക അങ്ങനെയൊന്നുമില്ല. നമ്മളെന്താണ് SEO ചെയ്ത് അത് അതിൻ്റെ ഓൺ പേജ് ഓഫ് പേജ് ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മൾ റിസൾട്ടിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ എന്താണ് SEO എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു കീവേഡ്സുകൾ ഏതായാലും നമുക്ക് എന്താ ഒന്ന് സേവ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാൻ പറ്റും, ഒരു ആരോ മാർക്ക്. സോ അവിടെ നിന്നിട്ട് നമുക്ക് ഗൂഗിൾ ഷീറ്റിലേക്ക് ഇത് നേരെ പാസ് ചെയ്യാൻ പറ്റും. അതുപോലെ CSV ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാനത് CSV ഫയൽ ഞാനത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അതെന്താ എനിക്കത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഞാനത് ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോൾഡറിലേക്ക് എടുത്തതിന് ശേഷം ഞാൻ അവിടുന്ന് കോഴ്സ് കീവേഡ് എന്ന് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്നും
ഞാൻ അത് സേവ് ചെയ്ത് വെക്കുന്നു. ഡേറ്റ് വിത്ത് ഡേറ്റിനോടുകൂടി ഞാൻ സേവ് ചെയ്ത് വെക്കുന്നു. സോ ഇപ്പോൾ എന്താണ്, അത് ഞാൻ സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ കീവേഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള അത് ഞാനത് ഓപ്പൺ ചെയ്ത് വെച്ചു. ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം ഞാനത് ആ കീവേഡുകളെ, അതായത് നമുക്ക് എന്താണോ അവിടെ കണ്ടിരിക്കുന്ന ഡീറ്റെയിൽസ് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അത് എക്സ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ആയിട്ട് വരും. സോ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ചൂസ് ചെയ്ത് വെച്ചാൽ മതി. സോ ഞാൻ ആവശ്യമില്ലാത്ത ഓരോ ആവറേജ് മന്ത്ലി സെർച്ച് എനിക്ക് വേണം. 3 ചേഞ്ച് എനിക്ക് ഞാൻ തൽക്കാലം അതൊന്നും എടുക്കുന്നില്ല. കോമ്പറ്റീഷന് ഞാനതെടുക്കുന്നു. ടോപ്പ് പേജ് ബിഡ്, അതായത് കീവേഡിൻ്റെ റേറ്റ്, അതൊന്നും നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. സോ ഞാനതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കീവേഡ് കണ്ടോ, നമ്മളിവിടുന്ന് ഡയറക്റ്റ് നമ്മളവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് നമ്മളെടുത്തു അല്ലേ. സോ ഇതാണ് നമ്മുടെ കീവേഡ്സ് എന്ന് പറയുന്നത് അല്ലേ. ഈ കീവേഡ്സുകൾ നമുക്ക് ഇത്രയും കീവേഡ്സുകളിനകത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് ഇതിനകത്ത് ഫിൽറ്റർ ചെയ്ത് ഇനിയും കീവേഡ്സുകൾ ചിലപ്പോൾ ഇതിനകത്ത് കീവേഡ്സ് നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് ഇനി കീവേഡ്സുകൾ ഇനിയും കണ്ടുപിടിക്കേണ്ടി വരുമായിരിക്കും. സോ അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് എന്താ, നമ്മുടെ കോമ്പറ്റീറ്ററിനെ അല്ലെങ്കിൽ അവർ കീവേഡ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അതെങ്ങനെയാണ് നമുക്കിത് നോക്കാം. അതിന് വീണ്ടും ഗൂഗിൾ കീവേഡ് പ്ലാനറിലേക്ക് വരിക. ആ ഒരു കീവേഡ് പ്ലാനറിൽ വന്നതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇനിയും കീവേഡ് പ്ലാനറിനകത്ത് ചെന്നതിന് ശേഷം നമുക്കത് ഇനിയും നമുക്ക് അവിടുന്ന് നമുക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് സ്റ്റാർട്ട് വിത്ത് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അല്ലേ. ആ സ്റ്റാർട്ട് വിത്ത് വെബ്സൈറ്റിന് അവിടെ കൊണ്ടതിന് ശേഷം നമ്മളൊരു കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കീവേഡ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നമുക്ക് കോപ്പി ചെയ്യുകയാണെങ്കിൽ അവർ ആ കീവേഡ് ആ വെബ്സൈറ്റിൻ്റെ URL എടുത്ത് അല്ലെങ്കിൽ ലിങ്ക് നമ്മളിവിടെ കൊണ്ട് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഗെറ്റ് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരൊക്കെ കീവേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ അതിൽ നിന്ന് നമുക്ക് കീവേഡിന് ഐഡിയാസ് ഒരുപാട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ കീവേഡ് പ്ലാനർ യൂസ് ചെയ്തുകൊണ്ട് SEOയിൽ കീവേഡുകൾ ഫൈൻഡ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് കീവേഡുകൾ എങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാം. അതായത് ഇനി നമുക്ക് പറഞ്ഞു നമ്മൾ റാങ്ക് മാത്ത് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തായിരുന്നു. ഇനി അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്, അതായത് മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, സ്ലഗ് ഒപ്റ്റിമൈസ് ചെയ്യണം, അതുപോലെ തന്നെ കാനോനിക്കൽ ടാഗിൻ്റെ കുറച്ച് ടെക്നിക്കലായിട്ട് വരുന്ന SEOs ഉണ്ട്, ഓൺ പേജ് SEOs ഉണ്ട്, ഓഫ് പേജ് SEOs ഉണ്ട്. സോ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കീവേഡ് പ്ലാനർ യൂസ് ചെയ്തുകൊണ്ട് കീവേഡുകൾ ഫൈൻഡ് ചെയ്യുന്നത്. ഇനി കീവേഡ് പ്ലാനർ മാത്രമല്ല ബാക്കി ഡിഫറെൻറ്റ് ടൂൾസുകൾ വേറെയും ഉണ്ട്. നമുക്ക് ഊബർ സെർച്ച് എന്ന് പറയുന്ന നീൽപട്ടൻ തന്നെ മറ്റൊരു ടൂൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ HRF എന്ന് പറയുന്ന മറ്റൊരു ടൂൾ നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊക്കെ വേറെയും മറ്റു ടൂൾസുകളാണ്. ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കീവേഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കീവേഡ്സിനെ പറ്റി നമുക്ക് കുറച്ച് ഐഡിയാസ് നമുക്ക് കാണാൻ പറ്റും. സോ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കീവേഡ്സുകൾ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഈ കീവേഡ്സിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കീവേഡ്സുകൾ എടുത്ത് അതിൽ നിന്നുമാണ് നമ്മൾ മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷന്, നമ്മൾ ഈ സ്ലഗിലേക്ക് കൊടുക്കേണ്ട കീവേഡുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കണ്ടന്റിൽ ഏതൊക്കെ കീവേഡ്സുകൾ നമുക്ക് പുട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് കീവേഡ്സുകൾ ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.